ഗുഡ് മോർണിംഗ് ചിമ്പു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു കൊടുത്ത് ഗൈസ് നോഞ്ഞിട്ട് പറഞ്ഞു കൊടുത്ത് ഗൈസ് ഗൈസ്. ഇന്ന് നമ്മുടെ ആദിസിനെ എഴുത്തിനിരുത്തുന്ന ദിവസമാണ്. നമ്മുടെ ആദിസ് കുട്ടാമ്പീനെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ ആണ് എഴുത്തിനിരുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും കെടുക്കുകയാണ്. ഈ സമയത്തൊന്നും അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ ഏകദേശം പുലർച്ചെ 3:30-4 മണി നമ്മളൊക്കെ എടുക്കാറ്. അപ്പോൾ ഇപ്പോൾ വിളിച്ച് എല്ലാവരും കുളിച്ച് ഒക്കെ റെഡി ആവണം. ഇല്ലേ അമ്പലത്തിൽ പോകാനായി, വാ എണീക്ക്. അടിച്ച് വെച്ചില്ലേ അവനെ സൈഡിലേക്ക് എടുത്തിട്ട് വാ. അടിച്ച് കുട്ടാമ്പി എഴുത്തിനിരുത്താൻ പോകണ്ട ആളാണ് എനിക്ക് എടുക്കണേ. കുളി കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ അരീഷിനെ കുളിപ്പിക്കണം. ഇച്ചിന്റെ കുളി കഴിഞ്ഞു. കുറെ കാലമായിട്ട് ഇട്ടിട്ടായിട്ടിടാൻ പറ്റിയിട്ടില്ല. ഇതാണ് എൻ്റെ ഔട്ട്ലുക്ക്. നിങ്ങൾക്കറിയാം ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് പോവുക. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിരുന്നത് കുറെ കാലം മുന്നത്തെ. അതിന് മുന്നേ നിങ്ങൾ ഇത് കിട്ടിട്ട് കുറെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ചമ്പാച്ചൻ്റെ അടുത്തേക്ക് പോവാണ്. അടിച്ചിന്റെ എഴുത്തിന് എഴുത്തുന്ന ദിവസമാണ്. ചമ്പാച്ചന്റെ അടുത്തേക്ക് പോവാണ്. അമ്മയുടെ ഫാഷൻ പരിപാടി. ഞാൻ മഴ ഉണ്ടാകുന്നത് ഞാനൊരു ഹാഫ് മിഡി ഇട്ടിരുന്നു. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോ മഴ ഇല്ലെങ്കിൽ ഫുൾ മിഡി ഇടാന്ന് വിചാരിച്ചത്. അപ്പൊ മഴ നിന്നു. അപ്പൊ നല്ല തെളിഞ്ഞ ആകാശം അടിച്ച്. അപ്പൊ നമുക്ക് റെഡി ആയിട്ട് വരണ്ടേ കുളിച്ചിട്ട്. അപ്പൊ ഞാൻ മുടി കേട്ടാനൊന്നില്ല, വെറുതെ ഒരു ക്ലിപ്പ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും റെഡി ആവാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ആദിസുമോന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ? പഠിച്ച് വളർന്ന് കേമനായി ഗുരു കടാച്ചമായി. അപ്പൊ നന്നായി പഠിച്ച് മിടുക്കനാവാൻ, ചേട്ടന്റെ പോലെ ആവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. അവനെ ബ്ലസ് ചെയ്യുക. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങള് അമ്പലത്തിലോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ എഴുത്തിനെഴുത്താൻ പോകുന്ന ആദീസിന്റെ ചേട്ടൻ ഒരുങ്ങുകയാണ് ഗൈസ്. അല്ല ഇന്നത്തെ താര ആദീസല്ലേ? കല്യാണ ചെക്കന്റെ അമ്മ, കല്യാണ ചെക്കന്റെ അച്ഛൻ എന്ന് പറയുന്ന പോലെ ലുക്ക് അപ്പൂസിന്റെ അടിച്ചുകൂട്ടന് ഈ ഷർട്ട് ബർത്ത്ഡേക്ക് നമ്മുടെ അലീനേച്ച് കൊടുത്തതാണ്. അപ്പു 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 മുണ്ടിത്തിട്ട് ചുണ്ടിരി പെണ്ണായിട്ട് പാട്ടിക്കാൻ പോവാൻ. അടിച്ച് ചമ്പാച്ച രചിക്കന്. ഞങ്ങള് നല്ല ഗുഡ് ബോയ പഠിക്കന്. ചമ്പാച്ച മജാവി അച്ഛാ. ചിമ്പു നോക്ക് പുറകെ നടക്കണേ. ചിമ്പുന് മുണ്ടിലേന്ന് നോക്കണേ. അച്ഛാ ഞാൻ പഠിക്കാൻ പോവാനോ ഞ്. ആ ഉമ്മ. ആ ചേട്ടനെ എവിടെ? ചേട്ടന്റെ പോലെ പഠിച്ചോളോ. കുറ്റി പോയി അച്ഛൻ മാക്ക് വെച്ചിട്ട്. ആ യെസ്. ഒരാളെന്തവന് മുണ്ട് കൊടുക്കാതെ നോക്കണത്. കാരണം ഞങ്ങൾ അവന് മുണ്ട് കൊടുക്കാറുണ്ട്. പയ്യാറ്റാ ചമ്പാച്ചന്റെ അടുത്ത് പോയിട്ട് പയ്യാറ്റാ. അപ്പൊ ഗൈസ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളത് പോവാനായിട്ട് ഇറങ്ങാൻ നിക്കണത്. പൊന്നിപ്പോ അന്ന് വരും. അമ്പലത്തിലും പള്ളിയിലൊക്കെ ഇടാനുള്ള പൈസ എടുക്കാൻ പോയേക്കാണ്. അപ്പൊ ആദിക്കുട്ടന്റെ ടെറ്റ് കണ്ട ഫുഡ് പോയാണ്. ആദ്യം മാത്രമേ റൈറ്റ് കളർ നീല കളർ അടിച്ച്. അമ്മേ ഹായ് കൊടുത്ത. ഹായ് കൊടുക്ക്. ഹായ് ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്ക്. ഫ്ലൈയിങ് കിസ് കൊടുക്കും ഉമ്മ.
പ്ലേയിങ് കിസ് കൊടുക്ക. പോവാണ് പ്ലേയിങ് കിസ് കൊടുക്കും. ഉമ്മ ആ പ്ലേയിങ് കിസ് തരൂട്ടാ. തട്ടി അപ്പൊ ഞങ്ങളെല്ലാരും കൂടി പോകാൻ പോവാണ് ഗൈസ്. ഞങ്ങളുടെ അനിശക്കുട്ട അമ്പിനെ കണ്ടില്ലേ തമ്പാച്ചത്ത് പോയിട്ട് ജിമ്മ് മഴ ആറുണ്ട് ഗൈസ്. മഴ ചാറിനില്ലേ, ചെറുതായിട്ട് തൂണല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഇറങ്ങാണ്. വായോ ചുമ്പ് നമ്മള് പോവാൻ നിൽക്കുമ്പോ വരി അവനെ കൊണ്ടുപോയില്ലെന്ന് വെച്ചിട്ട് അടിച്ച് കാറിലേടി അടിച്ച് കിട്ടാൻ ചിമ്പ് കിട്ടാൻ. ഈ അമ്മോനെ ശോ ദുൽഖർ കൊണ്ടെടുത്ത പോലെ ഏലീശ്വര അടിപൊളി. ഇവിടുത്തെ സുന്ദരി എവിടെ താരം താരം അടിച്ചുകൂട്ടാൻ. ഇതാരാ കല്യാണത്തേക്കനു ഇതാരാ? അപ്പൊ നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് നമ്മുടെ അമ്പലം, മേവല്ലൂർ അമ്പലം. അതെ നമ്മുടെ അപ്പ ഇറങ്ങാണ്. നമ്മുടെ താരം വരുന്നുണ്ട് ഇന്നത്തെ ദിവസം. ചിരിച്ചിട്ടൊക്കെ പറഞ്ഞ അതി ഹായ് ജയ സുന്ദരി ഹായ്. യെസ് യെസ് ഗൈസ്. നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. അവിടെ നല്ല ശർക്കരയുടെ മണമൊക്കെ ഉണ്ട് ഗൈസ്. ശർക്കരയുടെയും തേങ്ങയുടെ ഒക്കെ നല്ല മണമുണ്ട്. അപ്പം അവിടെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് Goodbye, goodbye, goodbye.
ആദ്യം ഷർട്ട് ഇരിക്കാൻ നോക്കിയപ്പോൾ അവൻ ഭയങ്കര കരച്ചില്ല. അപ്പോൾ തിരുമേനി പറഞ്ഞു കുഴപ്പമില്ല ഇടിച്ച കരയിപ്പിക്കണ്ട. അത്രേ ഉള്ളൂ. ഇതിനാണ് കരഞ്ഞത്. അവിടെ താഴെ നമുക്ക് എഴുതാം. ശ്രീ 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 പറഞ്ഞ ശ്രീ 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 എന്ന് പറ. ശ്രീ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ കഴിഞ്ഞു. ഇതിനാണ് കരച്ചിൽ. ഈ അരി കൊണ്ടുപോയിട്ട് വീട്ടിൽ സൂക്ഷിക്കും. എന്തെങ്കിലും പാത്രത്തിൻ്റെ അകത്തോ ചെപ്പിൻ്റെ അകത്തോ ഇട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും. പിന്നെ ഈ പേന ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്ന സമയം മുതൽ ഈ പേന ഉപയോഗിക്കും. അങ്ങനെ തീർന്ന ശേഷം പിന്നെ പുറത്തൊന്ന് വേറെ മേടിക്കും കേട്ടോ. അത് മേടിച്ചോ. പുഷ്പഞ്ചരിക്കുന്നത് ഇപ്പം പോകുന്നത് പൂജ കഴിഞ്ഞ് പോയാൽ പോരെ. പിന്നെ ഒരു പാൽ പായസത്തിന് എഴുതണേ. ആദിസ് തിരുമേനി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അക്ഷരങ്ങളും മുഴുവൻ.
ചേട്ടൻ്റെ പേരെന്താ? ചേട്ടനാണല്ലേ ഇത് വഴിപാട് കൗണ്ടർ. ചേട്ടനാണ് ഇവിടുത്തെ കൗണ്ടറിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. മാനല്ലൂർ ട്രസ്റ്റിൻ്റെ അല്ലേ? ചേട്ടൻ്റെ കൂടെ സതീഷ് ചേട്ടൻ നമ്മുടെ ചാനൽ കാണാറുണ്ട്. നമ്മുടെ വീട്ടിൽ കണ്ടപ്പോൾ മനസ്സിലായി. ഇപ്പൊ അവിടെ നിവേദ്യം പൂജിക്കാണ്. അപ്പൊ നടന്ന് പുറത്തേക്കാണ് എഴുതിക്കാൻ നിന്നപ്പോ ഇതിപ്പോ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്നാണ് അറിയാത്ത. ഞെക്കി ഞെക്കി ഇപ്പൊ കാറിന്റെ ഗൈസ് ആദ്യയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതെ, വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യം, അവിടെ ചെന്നപ്പോൾ മോതിരം ചോദിച്ചു തിരുമേനി. അപ്പോൾ കല്ലുള്ളത് വേണ്ട, അപ്പോൾ എൻ്റെ കൊന്ത മോതിരം, അവിടെയും എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ കൊന്ത മോതിരം വെച്ചിട്ടാണ് അത് ചെയ്ത. എനിക്ക് ഭയങ്കര കൂടുതൽ സന്തോഷമായി അല്ലേ. അടിച്ചു കിട്ടാൻ തിരുമേനി പറഞ്ഞ എല്ലാ വാക്കും ചെയ്തു. നല്ല അമ്പലം, നല്ല തിരുമേനിയും അവിടെയുള്ള കമ്മിറ്റിക്കാരും എല്ലാവരും ഒരു ജാടയൊന്നുമില്ല. നല്ല സ്നേഹത്തോടെ വീഡിയോ എടുക്കാനും ഒന്നും അവരൊന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് നമ്മുടെ സതീഷേട്ടൻ, നമ്മുടെ ട്രസ്റ്റിൻ്റെ വഴിപാട് കൗണ്ടറിലെ ആള് ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ വീഡിയോ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിന് വേണ്ടി ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. നമ്മളിത് പാൽപ്പായസം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നിവേദ്യം നമുക്ക് തന്നു. നമ്മൾ കഴിച്ചത് നാളെയാണ് തരിക 8:30. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. മഴയൊന്നുമില്ല, നല്ല ശാന്തമായി അല്ലേ. അടിച്ചു കുട്ടമ്പി ഹായ് പഞ്ഞി. ഹായ് താങ്ക് യു. അപ്പൂസൂടെ വന്നാ ഞങ്ങൾ ആദ്യം കൂടെ തിരിഞ്ഞിരിക്കുന്നത് വളരെ വിരളാണ്. ഞങ്ങള് ശരിക്കും അപ്പൂസ് മാന്തിരിക്കണം ഫോട്ടോ.
അവ നന്നായത് മുണ്ടെടുത്തിക്കണ കൊണ്ട് ഫുൾ ഡ്രസ്സൊക്കെ ആയതുണ്ട് അടിവശമൊക്കെ ചളിയായി. അതുകൊണ്ട് അൺകംഫർട്ടായിട്ട് നിൽക്കണത്. എല്ലാവരും വേഗം കയറി മാറാനായിട്ട് നിൽക്കണം. ഇതാണ് നമ്മുടെ മേനല്ലൂർ അമ്പലം, മഹാവിഷ്ണുവിന്റെ അമ്പലം. ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ വഴി. പള്ളിയിലേക്ക് പോകണ്ടു. ആ പള്ളിയിൽ പോണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നേരെ ഇറങ്ങി. ഞങ്ങൾ രാവിലെ ചായ കുടിച്ചിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പൊ ഇനിയിപ്പോ നേരെ നമ്മൾ പള്ളിയിൽ പോവാണ്, വേളി പള്ളിക്ക്. അപ്പൊ അതിന് മുന്നേ നമ്മളുടെ റീലൊക്കെ കാണാറുള്ള പോലെ നമ്മുടെ കുമാറിലേക്ക് നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. വയോ പിന്നത്തെ നമ്മൾ പൂരിയും മസാല ചട്നി പിന്നെ സലാഡ്, ചായ. അതാണ് അവിടെ നമ്മളെ വന്നിട്ടുണ്ട്. ഈ താരത്തിനെ അറിയാമോ ഗൈസ് നിങ്ങൾക്ക്? കുമാറിലെ നമ്മുടെ റീലില് ചായ അടിച്ച് കിറ്റ് നല്ല സൂപ്പർ. പേര് പറഞ്ഞ നമ്മുടെ സാധനങ്ങളാണ് ഇവിടുത്തെ. എല്ലാവരും വേഗം വേഗം വിറ്റ് തീരും. എല്ലാവരും ഇവിടെ തന്നെ കഴിക്കും. നിറച്ച് തിരക്കാവാറ് ഇവിടെ. അപ്പൊ നമ്മള് പൂരി നല്ല ടേസ്റ്റി മസാല നല്ല കിട്ടില്ല പൂരിയാണ്. അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നതിൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളിന്ന് പൂരിയും മസാലയുമാണ് കഴിക്കാൻ പോകുന്നത്. 3 ചായ നമുക്ക് അവിടെ പറഞ്ഞിട്ട് ചായ കാണിക്കുന്ന ഭംഗിയായിട്ട് സൂപ്പറായിട്ട്. അവ ഞങ്ങളിനി കഴിക്കും. അപ്പൊ അതേ അപ്പനും മക്കളും പൂരി തിന്നുകയാണ് ഗൈസ്. ഹായ് ഗുഡ്. ആദിക്ക് ഇവിടുത്തെ പൂരിയും വടയും മസാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ തുറയുടെ സ്പെഷ്യൽറ്റി ഗൈസ്. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ ചേട്ടാ. ഓക്കെ. ഞങ്ങളെ ക്ലാസ് ചായ കുടിച്ചിറങ്ങിയത് അമ്പലത്തിൽ പോയതാ. ഇനി ഇവിടുന്ന് നേരെ പള്ളി. നമ്മളൊക്കെ ഇങ്ങനെ പോയോണ്ടിരിക്കാണ്. കണ്ണട വെച്ചു സതീശ് കണ്ണാട വെച്ചു. അതെ നല്ല മഴയുണ്ട്. കട്ട മഴയുണ്ട് ഗൈസ്. അപ്പൊ ഡ്രൈവിംഗ് മൂഡിലാണ്. ടോക്കിയോ ഡ്രിഫ്റ്റ് പഠിക്കില്ലേ? ഞാൻ എന്ത് മൂഡിലാണ് എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ മോൻ ആദ്യാക്ഷരം കുറിച്ച ദിവസത്തിന്റെ ഒരു മൂഡിലാണ്. നമ്മളപ്പോ പള്ളിക്ക് പോയോണ്ടിരിക്കാണ്. ഞങ്ങള് വേളി പള്ളിയിലേക്ക് എത്താറായിട്ടാ. അപ്പൊ നമ്മുടെ മേനല്ലൂര് മഹാവിഷ്ണു ക്ഷേത്രം നമ്മുടെ വീടിന്റെ അടുത്തുള്ള അവിടെയാണ് നമ്മൾ പോയി ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാവരുടെ കഴുത്തിലും കുരിശും കൊന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോ എന്തായാലും അത് ചിലപ്പോ ഊരണ്ടി വരില്ലോ. ചില അമ്പലങ്ങളിൽ ഊരണ്ടി വരാറുണ്ട്. അപ്പൊ ഊരിയിട്ട് ഇറങ്ങാണ്. പക്ഷെ ഇവിടെ നമ്മുടെ എല്ലാവരുടെ കഴുത്തിൽ കുരിശും കൊന്തിയും കാര്യങ്ങളൊക്കെ കണ്ടാലും തിരുമേനി ഊരാനോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ശരിക്കും അങ്ങനെ തന്നെ ആവണം. അങ്ങനെ ആവണം. കാരണം എല്ലാ ദൈവങ്ങളും ഒന്നാണ്. പല പേരില് പല ആചാരങ്ങളില് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളില് ആചാരങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ചെല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ്. ആ തിരിച്ചറിവ് അവിടെയുള്ള തിരുമേനിക്ക് അവിടെ അമ്പലത്തില് ആ ട്രസ്റ്റിലും ഉണ്ട് എന്ന് അവിടെയുള്ളവരുടെ പെരുമാറ്റം സംസാരം രീതിയൊക്കെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി. അത് ചില അമ്പലങ്ങളിലൊന്നും ചില അമ്പലങ്ങളിൽ ചിലപ്പോ കൊന്തൂരാൻ പറയും ഊരാൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഇത് ഷർട്ട് ഊരേണ്ട ആവശ്യമില്ല, നിർബന്ധമില്ല. ഇപ്പൊ അങ്ങനെയായി. പക്ഷെ അതുപോലെ ഈ അമ്പലത്തില് പാന്റ് ഇടാനും പറ്റും. അതൊക്കെ ഒരുപാട് അമ്പലങ്ങളിൽ അങ്ങനെ ആയിട്ട്. അപ്പൊ ആദിസിനെ ചടങ്ങ് ചെയ്യുമ്പോ നമ്മൾ ഷർട്ട് ഊരിച്ചതാണ്. പക്ഷെ ഭയങ്കര വാശി പിടിച്ചപ്പോ തിരുമേനി പറഞ്ഞു അതും നന്നായി. ചിലപ്പോ ചിലവരാണെങ്കിൽ ദേഷ്യം വരും. അവരുടെ ടൈം പോവല്ലേ, അവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ. അപ്പൊ ദേഷ്യപ്പെടും. പക്ഷെ ഈ തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ കരയിപ്പിക്കണ്ട,
അങ്ങനെയാണെങ്കിൽ ഷർട്ട് ഇട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നറിയോ, ചില ആൾക്കാർ കുട്ടികൾ കരഞ്ഞാലും വേണ്ടില്ല, ഈ ചടങ്ങ് പേരിന് ചെയ്യുക, അങ്ങനത്തെ രീതിയായിരിക്കും. തിരുമേനിക്ക് അതല്ല, അവന്റെ ഒരു കാര്യമാണ്, അത് അവൻ കരഞ്ഞുകൊണ്ട് ആവരുതെന്ന് തിരുമേനി ആഗ്രഹിച്ചു. അതുപോലെ അവന് ഷർട്ട് ഇടിച്ചു, കുഴപ്പമില്ല. മാത്രമല്ല ആ തിരുമേനി രണ്ടാമത് അകത്തേക്ക് പോകുമ്പോ പറഞ്ഞു, ഇവൻ കരച്ചിലൊക്കെ മാറി ഓക്കെ ആയിട്ട് ചെയ്യാം, ഞാൻ അവിടെ ഉണ്ട്, വിളിച്ചാൽ മതി. അങ്ങനെ ഇവനെ ഓക്കെ ആക്കി ചിരിച്ചു കളിച്ചിരിക്കണ നേരത്തെ തിരുമേനി രണ്ടാമത്. പിന്നെ നമ്മള് പാൽപ്പായസം ഓർഡർ ചെയ്ത്, മറ്റേ ഓർഡർ അല്ല, പാൽപ്പായസം കഴിച്ചത് ഇന്ന് കഴിച്ചു. നേദിച്ചത് പാൽപ്പായസം നമ്മള് വഴിപാട് ചെയ്യില്ലേ, അത് ചെയ്തത് ഇന്നാണ് ചീട്ട് ചെയ്തിരിക്കുക അല്ലെ, അത് നാളെയാണ് നേദിച്ച് കിട്ടുക. പക്ഷെ ഇന്ന് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് അവര് തന്നു. കഴിച്ചതുള്ളത് നാളെ രാവിലെ 8:30 പോയി മേടിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരുമേനിയുടെ ആണെങ്കിലും അവിടെയുള്ള ട്രസ്റ്റിലെ ആളുകളാണെങ്കിലും അവിടെയുള്ള അതിന്റെ ഉള്ളിലുള്ള ആളുകളുണ്ട്, മെമ്പേഴ്സ് ഒക്കെ, അവരൊക്കെ ഭയങ്കര വീഡിയോ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. നാട്ടുമ്പുറത്തെ അമ്പലങ്ങളിലൊന്നും പാടില്ല. നമ്മള് നമ്മുടെ നാട്ടില് പല അമ്പലങ്ങൾ ചെയ്യും, പക്ഷെ പാറമേക്കാവ് നടക്കുന്നതിന്റെ ഒന്നും ഉള്ളിൽ എടുക്കാൻ പറ്റില്ല, പുറമെ എടുക്കാം. സാധാരണ അമ്പലങ്ങളിലൊക്കെ എടുക്കാൻ പറ്റും, ഞങ്ങളവിടെ പോയി എടുക്കാറുണ്ടെന്ന് കുഴപ്പം പറയാനില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കൊന്തിയൊന്നും ഊരാൻ അവരൊന്നും പറഞ്ഞില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായി. അങ്ങനെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഇത്രയും നാട് വികസിച്ചിട്ടും എന്താ പറയാ, പള്ളിയിലെ ചടങ്ങിന് അമ്പലത്തിലെ തിരുമേനിനെ വിളിച്ചിരുന്നു ഞങ്ങളുടെ അവിടെ. അവിടുത്തെ അമ്പലത്തില് പെരുന്നാളിന്, ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിന് അമ്പലത്തിലെ തിരുമേനി വരും. അവിടുത്തെ അമ്പലത്തിലെ പരിപാടിക്ക് ഇവിടുത്തെ അച്ഛനെ വിളിക്കും. അപ്പൊ ഇന്ന് ജാതി മതമന്യേ ഓരോ പ്രോഗ്രാമിലും എല്ലാവരും മനുഷ്യന്മാര് തമ്മിൽ സ്നേഹിക്കാനാ പറയണേ. വർഗം മതം ഒന്നും ഈ വളരുന്ന ജനറേഷനിൽ കുത്തി നടക്കരുത്. എന്നാൽ അവരവരുടെ എല്ലാ ആചാരങ്ങളും എല്ലാവരും റെസ്പെക്ട് ചെയ്ത് ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ ഇനി പോണത് പള്ളിയിലേക്ക് പോണു. നമ്മുടെ ആദീസിന്റെ എല്ലാതും നമ്മള് 2 സ്ഥലത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ആരുടെ എന്റെ പുറത്ത് വന്നാലും പൊന്നിന് പുറത്ത് വന്നാലും എല്ലാവരും, പിള്ളേരുടെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും നമ്മുടെ എല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പൊ ഫാമിലിയിലാണെങ്കിലും എല്ലാവരും നമ്മള് ഒക്കെ സഹകരിക്കുന്നവരാണ്. അപ്പൊ അത് ഞങ്ങക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ ഈ പറഞ്ഞ പോലെ മോതിരം സ്വർണം വെച്ചിട്ടാണല്ലോ ഇത്. അപ്പൊ എന്റെ ഓൾറെഡി കല്ലുകളാണ് ഫുള്ള്. അപ്പൊ കല്ലിന്റെ മോതിരം ഊരി കൊടുത്താലേ അവര് സ്വർണത്തിന്റെ ഭാഗം എടുക്കുക. അപ്പൊ പിന്നെ വെച്ച് പറഞ്ഞു ഇങ്ങനെ കൊന്തമോതിരം. അപ്പൊ 2 കൊന്തമോതിരം കൊണ്ടാണ് തിരുമേനി ചെയ്യിച്ചപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. തിരുമേനിക്ക് എല്ലാവിധ അനുഗ്രഹം ഭഗവാന്റെന്നും പിന്നെ മാതാവിന്റെന്നും ഒക്കെ ഉണ്ടാവട്ടെ. പിന്നെന്താ പറയാ, ഞങ്ങളുടെ മോനെ നന്നായി അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അതാ നമ്മള് വേളിയില് വന്നു ഗായ്സ്. വേളി പള്ളി പുറകില് ഇവിടെ ആകെ വെള്ള, ബീച്ചിലേക്കൊന്നും കേറ്റില്ല കേട്ടോ. വെള്ളം ഇതാണ്, എന്താ പറയാ, പൊക്കോ സുനാമി അങ്ങനെ എന്തോ ആണ്. കാണിച്ചു നമ്മള് വേളിപ്പള്ളി എത്തി. നമ്മളെ പിള്ളേർ സെറ്റൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒരു ഫുൾ ഫാമിലി വന്നിട്ടുണ്ട്. അവരായിരുന്നു വന്നത്. ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ചോദിച്ചിട്ടാണ്. താടിയും പൊട്ടും ഒഫീഷ്യൽ ഫേസ്ബുക്കും ഉണ്ട്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കളിക്കാണ്ട്. ബീച്ചിലെന്തായാലും ഈ ഡ്രസ് ഇട്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങള് ഇവിടെ നടക്കായിരുന്നു. കളിക്കാൻ വേണ്ടിട്ട് കരയണ അവിടെ നിന്നിട്ട്. അത് നമ്മളിങ്ങോട്ട് പോന്നാ പോരും. അല്ല വണ്ടി പോണ്ടേ. ഞങ്ങള് പോവാറ്റാ ചാടി ചാടി പോണ്ട് ആദിസ് കിട്ട്. എടുക്കണ്ടാട്ടാ, എടുത്താ അവൻ കരയും.
ആൻറ്റി ആദീസിന് ഗുഡ് മോർണിംഗ് കൊടുക്കുന്നു. ആദ്യമായിട്ട് എടുക്കാണ്ട് നടന്നു പോണത്. അപ്പം നമ്മൾ നമ്മുടെ എപ്പോഴും വരാറുള്ള വേളി പള്ളിയിലെത്തി. അപ്പം ഇനി ഇവിടെ നേർച്ചിട്ട് പ്രാർത്ഥിച്ച് 5 അതിശ് തമ്പാച്ചന് ശുദ്ധി കൊടുക്ക്, ശുദ്ധി കൊടുക്ക്. തമ്പാച്ചന് ശുദ്ധി കൊടുക്ക്, ശുദ്ധി കൊടുക്ക്. ഗുഡ് ബൈ. തമ്പാച്ച ഓടി വാ, ഓടി വാ. ആ യെസ്, വാ വാ. ആ ഓടി വാടി പൊണ്ണ്, പോക്ക പോക്ക. ആ ശുദ്ധി കൊടുക്ക്, ശുദ്ധി. ഗുഡ് ബൈ. അമ്പാച്ചന് ശുദ്ധി നോക്കണ്ടേ? ഇണ്ടി വാ, ശുദ്ധി ശുദ്ധി. അമ്പാച്ചന് ശുദ്ധി. ഓടി വാ. അപ്പോൾ ഗൈസ് നമ്മളിത് പള്ളിയിലും പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് നേരം ആദ്യം മഴയില്ല, അപ്പോൾ കാരണം കുറച്ച് നേരം കളിക്കാനായിട്ട് ആദ്യം അവിടെ നിർത്താൻ പോവാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല, അവിടെ നല്ല വെള്ളവും നല്ല ഇതൊക്കെ തിരമാല അടിക്കുന്നുണ്ട്. അപ്പോൾ കാരണം അങ്ങോട്ട് ഇറങ്ങാൻ നടക്കില്ല. അപ്പോൾ പോവാണ്, ആദിക്ക് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ആദിക്ക് ഉള്ള കുറച്ച് പ്ലെയർ ടൈം
അതി വീഡിയോ നമ്മളെ സ്ഥലമാണ് ആ കാണുന്നത്. അവിടെ വരെ ഞങ്ങൾ ഇരിക്കാറുള്ളതാ. ഇപ്പൊ ഇവിടെ വരെ തരിയായി. ഇനി വരുമ്പോ അടുത്ത ആഴ്ച വരുമ്പോ ഇവിടെ വരെയാവും. പിന്നെ പള്ളിയിൽ കൊച്ചു വരെയാവും. നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. അവര് പറഞ്ഞേ അവര് തമിഴ്നാട്ടിൽ നിന്നാണ്. കൊഞ്ചം കൊഞ്ചം മലയാളം തരും. പക്ഷെ അവര് നമ്മുടെ ചാനലിൽ കാണാറുണ്ട്. അവര് വന്ന് ഫോട്ടോ കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ അതൊക്കെ ഇടാനായിട്ട്. അപ്പൊ അതൊരു സന്തോഷം. എന്താ വൈകില്ല മഴയിൽ അത് ഭാഗ്യയില്ല. ഈ സമയത്ത് വണ്ടിയിൽ ഇരുന്നപ്പോഴായിരുന്നില്ല മഴ. ആദ്യം ഇറങ്ങി കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ചളിയിലൊക്കെ. അപ്പൊ ഗൈസ് ഇവിടത്തെ കുറച്ച് കളിയും കഴിഞ്ഞു. ആദ്യം കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് ചെളി വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് ഗൈസ്, വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ആദിസിന്റെ വലിയ വ്ലോഗ്. അതെ, അതിനാദ്യമായിട്ട് എഴുതിയ വ്ളോഗാണ്. ഞങ്ങളെല്ലാരും ഹാപ്പിയാണ്. അവൻ അപ്പൂസിന്റെ പോലെ തന്നെ നന്നായി പഠിച്ചു കുറ്റു പോയായിട്ട് വളരട്ടെ. നമ്മള് വരാം. നമ്മള് മികച്ചതാവണം. അതെ. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവാണ്, വീട്ടിൽ പോവാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ ഒരു വേളി പള്ളിയുടെ മുമ്പിൽ വെച്ച് ഈ ബീച്ചിൽ വെച്ച് നമ്മുടെ താരത്തിനൊപ്പം നമ്മള് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദീസിനെ എല്ലാവരും ബ്ലസ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ല നമ്മുടെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുമ്പോഴേക്കും വീഡിയോ